ഇന്നൊരു മം ടു ബി തീം കേക്കായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഇതിൻ്റെ ബേക്കിങ്ങും ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കേക്ക് റെഡിയാക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചിട്ട് എടുക്കണം. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഫ്ലോറിൽ നന്നായിട്ട് മിക്സായിട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗ് നന്നായിട്ട് ബീറ്റായി എഗ്ഗിൻ്റെ കളർ യെല്ലോ കളറിൽ നിന്നും വൈറ്റ് കളറായിട്ട് ചേഞ്ച് ആയിട്ട് വരണം. ഇപ്പോൾ ഇതാ എഗ്ഗിൻ്റെ കളർ വൈറ്റ് കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കുക. എഗ്ഗ് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ പാൽ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് വളരെ സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാട് കുത്തിയിട്ടിട്ട് ഇളക്കരുത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ഹാർഡായിട്ട് മാറും. വളരെ സോഫ്റ്റായിട്ട് ഒരേ ദിശയിൽ തന്നെ ഇങ്ങനെ ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കുക. ഇനി ഈ സ്പാച്ചുല വെച്ചിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ കേക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്തിട്ടെടുക്കുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി മെത്തേഡാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഒരിത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലുള്ള എയർ ബബിൾസ് പോവാനായിട്ട് ജസ്റ്റ് ഒരു സ്ക്വയറോ ഇർക്കിളിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതേ രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 35 മിനിറ്റ് സമയം വരെ നമുക്കിത് വളരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കുക. അടിയിലൊരു തട്ട് വെച്ചിട്ടാണ് ഞാൻ സോസ് പാൻ വെച്ച് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇതാ ഒരു 35 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് നോക്കാം. ഒരു സ്ക്വയർ പോലത്തെ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ കേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് കേക്കായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ എടുത്തിട്ടുള്ള സെയിം മെഷർമെൻറ്റിൽ തന്നെ ഞാനൊരു കേക്ക് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതാ 2 കേക്ക് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 6 ലെയർ ഓഫ് കേക്കാണ് കേട്ടോ ഉള്ളത്. ഒരു കേക്ക് 3 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഞാൻ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് 1/2 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഒരു കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വരച്ചെടുക്കുക. ഞാൻ കുറച്ച് വെള്ളത്തിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് ക്രീം സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനിടയിലായിട്ട് ചോക്കോ ചിപ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ലെയറും ഇതേ രീതിയിൽ തന്നെ വെച്ചെടുക്കുക. ആദ്യം ഓരോ ലെയർ വെക്കുക. അതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് വെച്ച് ചെയ്യാം. ശേഷം അതിന് മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ മുഴുവൻ കേക്കിൻ്റെ ലെയറും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്യാം. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കേക്ക് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്.
ഇപ്പോൾ ഇതാ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് ഫൈനൽ കവറിങ് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ഫോണ്ടൻ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഫോണ്ടനിലേക്ക് ആദ്യമായിട്ട് CMC പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണുള്ള CMC പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഒരിത്തിരി കോൺഫ്ലവർ താഴെ ഡസ്റ്റ് ചെയ്തിട്ട് അതിലിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്ലൂ കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ കളർ ചേർക്കുമ്പോൾ കയ്യിലിട്ടിട്ട് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. എങ്കിലാണ് ഫോണ്ടൻ്റെ എല്ലാ വശത്തും നന്നായിട്ട് കളർ പിടിച്ച് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഗ്ലൗ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഫോണ്ടൻ്റ് നന്നായിട്ട് കളറൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ഫോണ്ടൻ്റൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇതാ സ്റ്റാറിൻ്റെ കട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതേ രീതിയിൽ ഇങ്ങനെ ഫോണ്ടൻ്റ് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാൻ അല്പം ഗോൾഡ് ഡസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിൽ അല്പം ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് മിക്സാക്കിയിട്ട് ഞാനിങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ഈ ഗോൾഡൻ ഡസ്റ്റ് എഡിബിളാണ് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ മം ടു ബി കേക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.